കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ചോദിപ്പീൻ, നിങ്ങൾക്ക് ലഭിക്കും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു ബാലൻ ദിവസവും തന്റെ അച്ഛനോട് ഒരു സൈക്കിൾ വേണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അച്ഛൻ ഉടനെ വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മകന്റെ ആഗ്രഹം അദ്ദേഹം മറന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പണം സ്വരൂപിച്ച് ഒരു മനോഹരമായ സൈക്കിൾ വാങ്ങി മകന്റെ മുന്നിൽ വെച്ചു. ആനന്ദത്തോടെ മകൻ ചോദിച്ചു, "അച്ഛാ, ഇത്രയും വൈകിയത് എന്തുകൊണ്ട്?" അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിനക്ക് ഏറ്റവും നല്ലത് നൽകുവാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്." ആ നിമിഷം മകന് മനസ്സിലായി, അച്ഛന്റെ വൈകിപ്പ് സ്നേഹത്തിന്റെ വൈകിപ്പായിരുന്നു, നിഷേധത്തിന്റെ അല്ല. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ചിലപ്പോൾ ഉടൻ മറുപടി നൽകും, ചിലപ്പോൾ കാത്തിരിക്കും, ചിലപ്പോൾ അതിലും നല്ലത് ഒരുക്കി വയ്ക്കും. കാരണം അവിടുന്ന് സ്നേഹമുള്ള പിതാവാണ്. വചന സന്ദേശം: യേശു ഇന്ന് നമ്മെ 3 വാക്കുകൾ പഠിപ്പിക്കുന്നു. 1, ചോദിപ്പിൻ, വിശ്വാസത്തോടെ ദൈവത്തോട് ആവശ്യപ്പെടുക. 2, അന്വേഷിപ്പിൻ, ദൈവഹിതം കണ്ടെത്തുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക. 3, മുട്ടുവിൻ, പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുക. ഒരു നല്ല പിതാവ് മകന് അപ്പം ചോദിക്കുമ്പോൾ കല്ലോ മീൻ ചോദിക്കുമ്പോൾ പാമ്പോ കൊടുക്കില്ല. അതുപോലെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്റെ മക്കൾക്ക് നന്മയുള്ളതെല്ലാം നൽകുന്നു. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വിശ്വാസവും ക്ഷമയും സ്ഥിരോത്സാഹവും ഉണ്ടായിരിക്കണം. ജീവിത പാഠം എന്ന് പറയുന്നത് പ്രാർത്ഥന ദൈവത്തെ മാറ്റാനുള്ള ശ്രമമല്ല, ദൈവഹിതം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന അനുഗ്രഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചോദിക്കുവാനും അന്വേഷിക്കുവാനും മുട്ടുവാനും ഒരിക്കലും മടിക്കാത്ത വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങയുടെ വിശുദ്ധ ഹിതപ്രകാരം ഏറ്റവും നല്ലത് അനുവദിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തു നമ്മുടെ കർത്താവിലൂടെ. ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ